നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ആരാണ്? ചരിത്രം വേഴ്സ് സിനിമ. നമ്മളിൽ പലരുടെയും മനസ്സിലെ യേശു നൂറ്റാണ്ടുകളായി പാശ്ചാത്യ കലകളും സിനിമകളും വരച്ചുവെച്ച ഒരു ചിത്രമാണ്. വെളുത്ത നിറം, നീണ്ട സ്വർണ്ണ നിറമുള്ള മുടി, ശാന്തമായ ഭാവം. എന്നാൽ ഈ രൂപം യഥാർത്ഥത്തിൽ 1-ാം നൂറ്റാണ്ടിലെ യേശു ക്രിസ്തുവിൻ്റെതായിരുന്നോ? ചരിത്രപരമായ സത്യം കണ്ടെത്തുന്ന ഒരു യാത്രയാണിത്. 1. രൂപത്തിലെ മിഥ്യാധാരണകൾ തിരുത്തുന്നു. യേശു ജനിച്ചതും ജീവിച്ചതും റോമൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള യൂദയ പ്രവിശ്യയിലെ ഗലീലയിൽ ആയിരുന്നു. ചരിത്രപരമായ തെളിവുകൾ അനുസരിച്ച് അദ്ദേഹം തീർച്ചയായും ഒരു മധ്യപൂർവ്വ ദേശക്കാരനായ ജൂതനായിരുന്നു. യൂറോപ്യൻ ചിത്രീകരണങ്ങളെക്കാൾ ഇരുണ്ട മെഡിറ്ററേനിയൻ പ്രദേശത്തുള്ളവരുടെ സ്വാഭാവിക നിറമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. നിയമപരമായി പുരുഷന്മാർ നീളമുള്ള താടി നിലനിർത്തിയിരുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത് പോലെ നീളമുള്ള മുടി പുരുഷന്മാർക്ക് ഒരു അപമാനമായി കരുതിയിരുന്നു. അതിനാൽ തോളറ്റം വരെയുള്ള മുടിയുള്ള ശാന്തനായ രൂപമല്ല, മറിച്ച് ചെറിയ മുടിയും കരുത്തുറ്റ രൂപവുമുള്ള ഒരാളായിരിക്കും യഥാർത്ഥത്തിൽ യേശു. അദ്ദേഹം ധരിച്ചിരുന്നത് നീളമുള്ള വെളുത്ത കുപ്പായമല്ല, പകരം കടുത്ത ചൂടിന് അനുയോജ്യമായ സാധാരണക്കാരനായ ഒരു തൊഴിലാളിയുടെ വസ്ത്രമായിരിക്കും. 2. തൊഴിലാളി വർഗത്തിന്റെ യേശു. യേശുവിന്റെ പിതാവായ യോസേഫിനെ പോലെ യേശുവും ഒരു ടെക്ടൺ ആയിരുന്നു. പലപ്പോഴും മരപ്പണിക്കാരൻ എന്ന വിവർത്തനം ചെയ്യുന്ന ഈ വാക്കിന് കൽപ്പണിക്കാരൻ അല്ലെങ്കിൽ നിർമ്മാണ തൊഴിലാളി എന്നും അർത്ഥമുണ്ട്. കായികാധ്വാനം ആവശ്യമുള്ള ഈ ജോലി സമ്പന്നരുടെ കൂട്ടത്തിലായിരുന്നില്ല, മറിച്ച് ദരിദ്രരായ തൊഴിലാളികളുടെ ഭാഗത്താണ് അദ്ദേഹത്തെ നിർത്തിയത്. ഈ പശ്ചാത്തലം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെയും പാവങ്ങളോടുള്ള പ്രതിബദ്ധതയെയും നിർവചിച്ചു. 3. രാഷ്ട്രീയവും സാമൂഹികവുമായ വെല്ലുവിളികൾ. ഹോളിവുഡ് സിനിമകളിൽ കാണുന്നത് പോലെ വെറും ശാന്തനും സ്നേഹമുള്ളവനുമായ ഒരു സന്യാസി ആയിരുന്നില്ല യേശു. അദ്ദേഹത്തിന്റെ സന്ദേശം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ പ്രബോധനം റോമൻ ഭരണത്തെയും അന്നത്തെ മതനേതൃത്വത്തെയും ചോദ്യം ചെയ്യുന്ന വിപ്ലവകരമായ ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു. ആലയത്തിൽ മേശകൾ മറിച്ചിട്ടതിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചത് വ്യക്തിപരമായ കോപമല്ല, മറിച്ച് അന്യായം കണ്ടപ്പോൾ